ഹായ് ഹലോ അസ്സലാമു അലൈക്കും. എന്തൊക്കെയുണ്ട് എല്ലാവരുടെയും വിശേഷം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഇന്ന് വന്നിട്ടുള്ളത് ഒരു റെസിപ്പി വീഡിയോ ആയിട്ടാണ് കേട്ടോ. നമ്മളെ ചായക്കടകളിലൊക്കെ കിട്ടുന്ന അതേ ടേസ്റ്റിൽ നമുക്ക് വീട്ടിൽ പാൽ കേക്ക് തയ്യാറാക്കാം. മിൽക്ക് കേക്ക് റെസിപ്പി ആയിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത്. വായിലിട്ടാൽ അലിഞ്ഞു പോകുന്ന നല്ല അടിപൊളി ടേസ്റ്റിൽ എന്താ പറയുക, നമ്മളെ ഗുലാബ് ജാമൊക്കെ മാറി നിൽക്കട്ടെ ഇതിൻ്റെ ടേസ്റ്റിൽ. പാൽ കേക്കിൻ്റെ ടേസ്റ്റും കാര്യങ്ങളൊന്നും ഞാൻ പറഞ്ഞു തരണ്ടല്ലോ. അപ്പോൾ അത് നമുക്ക് പെട്ടെന്ന് തന്നെ വീട്ടിൽ റെഡിയാക്കി എടുക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുത്തിട്ടുള്ളത് ഒരു കോഴിമുട്ടയാണ് കേട്ടോ. ഇനി ഇതേപോലുള്ള ഒരു സ്പൂണിന് 3 ടേബിൾ സ്പൂൺ പൊടിച്ച പഞ്ചസാരയാണ് കേട്ടോ ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. ഈ പഞ്ചസാര പൊടിച്ച സമയത്ത് ഞാൻ ഇതിലേക്ക് ഒരു 4 ഏലക്ക കൂടി ഇട്ടിട്ടുണ്ട്. ഇത് ഏലക്കയും പഞ്ചസാരയും ഒരുമിച്ചാണ് പൊടിച്ചിട്ട് എടുത്തിട്ടുള്ളത്. അതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് ഇത് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കേട്ടോ. ഇനി ഈ മിക്സിലേക്ക് ഞാൻ ഇതേപോലെ 1.5 ഗ്ലാസ് മൈദപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. ഈ ഗ്ലാസ്സിന് 1.5 ഗ്ലാസ് മൈദപ്പൊടി. ഇനി ഇത് മിക്സ് ചെയ്യാൻ എടുക്കേണ്ടത് ഞാൻ പാലിലാണ് കേട്ടോ. വെള്ളം ഒരിക്കലും എടുക്കരുത്. പാലിൽ തന്നെ ഇത് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. അതല്ലേ നമ്മൾ പാൽ കേക്ക് എന്നതിന് പറയണത്. അപ്പോൾ ഇത് ചപ്പാത്തിക്ക് മാവ് കുഴക്കുന്ന പരുവത്തിൽ വേണം കുഴച്ചെടുക്കാൻ. അതിലേറെ ഒന്നും കൂടി ടൈറ്റായിട്ട് വേണം ഇത് കുഴച്ചെടുക്കാൻ കേട്ടോ. പാൽ കൂടിപ്പോവാതെ ശ്രദ്ധിക്കണം. കുറേശ്ശെ ഒഴിച്ച് കൊടുത്തിട്ട് വേണം ഇത് മിക്സ് ചെയ്തെടുക്കാൻ. കൈ വെച്ചുകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാൻ വേണ്ടി ശ്രദ്ധിക്കുക. അപ്പോൾ അതാ ഞാനിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. ചപ്പാത്തിയുടെ പരുവത്തിൽ തന്നെയാണ്, അത്ര ലൂസാക്കിയിട്ടല്ല. കുറച്ച് ചപ്പാത്തിൻ്റെ മാവിൻ്റെ ഒന്നും കൂടി കുറച്ച് ടൈറ്റാക്കിയിട്ട് വേണം കുഴച്ചെടുക്കാൻ. ഇനി നമ്മളിത് കൗണ്ടർ ടോപ്പിലിട്ടിട്ട് നന്നായിട്ട് കൈ വെച്ച് കുഴച്ച് സോഫ്റ്റാക്കി എടുക്കണം കേട്ടോ. പാല് കൂട്ടരുത്. കൈ വെച്ച് തന്നെ നന്നായിട്ട് കുഴച്ച് സോഫ്റ്റാക്കി വെക്കുക. ഇത് അരമണിക്കൂർ മുകളിൽ കുറച്ച് ഓയിൽ തൂക്കി കൊടുത്തുകൊണ്ട് ഡ്രൈ ആകാതിരിക്കാൻ വേണ്ടി കുറച്ച് ഓയിലാക്കി കൊടുത്തതിന് ശേഷം ഒരു അരമണിക്കൂർ അടച്ചു വെക്കുക കേട്ടോ. ഈ സമയത്ത് നമുക്ക് ഇതിലേക്ക് ഷുഗർ സിറപ്പ് ഉണ്ടാക്കിയെടുക്കണം കേട്ടോ. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാത്രത്തിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതേ 1/2 കപ്പിൽ തന്നെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് തിളപ്പിച്ചെടുത്ത് ഷുഗർ സിറപ്പ് ആക്കിയെടുക്കണം കേട്ടോ. മധുരത്തിൻ്റെ അളവ് ഇതൊരു മീഡിയം സൈസ് മധുരമായിരിക്കും കേട്ടോ. നമ്മൾ കടകളിലൊക്കെ വാങ്ങാൻ കിട്ടണ അതേ സൈസ് മധുരമായിരിക്കും. ഇനി കൂടുതൽ വേണമെന്നുള്ളവർക്ക് മാത്രം കുറച്ച് പഞ്ചസാരയുടെ അളവ് കൂട്ടിയെടുത്താൽ മതി. ഒരു നൂൽ പരുവത്തിലാണ് ഇത് ആക്കിയെടുക്കേണ്ടത്. ആ സമയമാകുമ്പോൾ നമുക്ക് തീ ഓഫ് ചെയ്യാം. ഇപ്പോൾ അരമണിക്കൂർ കഴിഞ്ഞിട്ടുണ്ട്. ഇനി മാവ് നമ്മൾ കൗണ്ടർ ടോപ്പിലിട്ട് നന്നായിട്ട് പരത്തിയെടുക്കണം കേട്ടോ. ഒരുപാട് തിക്കായിട്ട് പരത്തിയെടുക്കട്ടെ. 1 ഇഞ്ച് കനത്തിൽ വേണം ഇത് പരത്തിയെടുക്കാൻ കേട്ടോ. അപ്പോൾ പരത്തിയെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഞാൻ പിന്നെയും പറയുന്നത്, തിക്കായിട്ട് പരത്തിയെടുക്കരുത്. തിന്നായിട്ട് പരത്തിയെടുക്കരുത്. കുറച്ച് തിക്കായിട്ട് വേണം പരത്തിയെടുക്കാൻ. ഇനി ഇതിൻ്റെ സൈഡൊക്കെ ഞാൻ കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. ഇനി നിങ്ങൾക്ക് അങ്ങനെ വേണമെങ്കിൽ കട്ട് ചെയ്തെടുക്കാം. ഏത് ഷേപ്പിൽ വേണമെങ്കിലും ഇത് കട്ട് ചെയ്തെടുക്കാം കേട്ടോ. ഞാൻ സ്ക്വയറായിട്ടാണ് കട്ട് ചെയ്തെടുക്കുന്നത്. കുറച്ച് കടകളിലൊക്കെ വാങ്ങാൻ കിട്ടണ അതേ കനത്തിലും എന്താ പറയുക നീളത്തിലുമാണ് ഞാൻ കട്ട് ചെയ്തെടുത്തിട്ട്. നിങ്ങൾക്ക് ഇതിലേറെ ചെറിയ സൈസിൽ വേണമെങ്കിലും കട്ട് ചെയ്തെടുക്കാം. ഇനി നമ്മൾ സൈഡ് കട്ട് ചെയ്തെടുത്ത ഭാഗങ്ങൾ ഇതേപോലെ പരത്തിയിട്ട് അതും കൂടിയും കട്ട് ചെയ്ത് മാറ്റി വെക്കാം. ഇനി ഞാൻ ഒരു ചീനച്ചട്ടി അടുപ്പത്ത് അതിലേക്ക് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഇത് ഒരുപാട് ചൂടാവണ്ട കേട്ടോ. ഒരു മീഡിയം സൈസ് ചൂടിൽ മാത്രമുള്ളൂ ഇത് പൊരിച്ചെടുക്കാൻ കഴിയുള്ളൂ കേട്ടോ. എണ്ണ ഒരുപാട് ചൂടായി കഴിഞ്ഞാൽ എന്താ ഉണ്ടാവുകയെന്ന് വെച്ചാൽ പുറമേ കരിഞ്ഞു പോവുകയും ചെയ്യും, കളറും പെട്ടെന്ന് മാറിപ്പോവുകയും ചെയ്യും, അതേപോലെ അകം വേവത്തുമില്ല. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു മീഡിയം സൈസിൽ തീയിട്ടിട്ട് വേണം നമുക്കിത് ഫ്രൈ ചെയ്ത് എടുക്കാനും. ഇളക്കി അങ്ങോട്ടും ഇങ്ങോട്ടും ഇളക്കി മറിച്ചിട്ട് വേണം ഇത് കുക്ക് ചെയ്തെടുക്കാൻ കേട്ടോ. ഇത് മറിച്ചിട്ട് വരുന്ന സമയത്ത് കണ്ടില്ലേ ഇതേപോലെ പുറമേ പൊള്ളച്ച് വരും കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇളക്കിയിട്ട് മറിച്ചിട്ട് വേണം ഇത് വേവിച്ചെടുക്കാൻ. തീയ് മീഡിയം ടു ലോ ഫ്ലെയിമിൽ തന്നെ വെക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ പുറം ഭാഗം പെട്ടെന്ന് കളർ മാറിയിട്ട് അകം വേവാതെയാവും. അപ്പോൾ നമ്മളിവിടെ റെഡി ആയിട്ടുണ്ട്, പാൽ കേക്ക് റെഡി ആയിട്ടുണ്ട്. ഇനി ഈ ചൂടോട് കൂടി തന്നെ എണ്ണയിൽ നിന്ന് കോരുന്ന അതേ ചൂടോട് കൂടി തന്നെ നമ്മൾ ഷുഗർ സിറപ്പിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. നേരിട്ട് ഷുഗർ സിറപ്പിലേക്ക് തന്നെ ഇട്ട് കൊടുക്കണം. എന്നാലേ ആ പാൽ കേക്കിൻ്റെ ആ ചൂടിൽ അതിൻ്റെ അകങ്ങളിലേക്കൊക്കെ ഷുഗർ സിറപ്പ് പെട്ടെന്ന് ഇറങ്ങി ചെല്ലുള്ളൂ കേട്ടോ, സോക്കായി കിട്ടുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് എണ്ണയിൽ നിന്ന് കോരിയിട്ട് നേരിട്ട് തന്നെ ഷുഗർ സിറപ്പിലേക്ക് തന്നെ ഡിപ്പ് ചെയ്ത് വെക്കണം കേട്ടോ. ഇതിങ്ങനെ ഒരു അരമണിക്കൂറെങ്കിലും ഡിപ്പ് ചെയ്ത് വെക്കണം. അങ്ങനെ അത് തണുത്ത് വന്നിട്ടുണ്ട് കേട്ടോ.
നമ്മൾ ഡിപ്പ് ചെയ്ത് വെച്ചിട്ടുള്ള പാൽ കേക്ക് ഇപ്പോൾ നന്നായിട്ട് തണുത്ത് എന്താ പറയുക ഇതിൻ്റെ ഉള്ളിലേക്കൊക്കെ ഷുഗർ സിറപ്പ് സോക്ക് ചെയ്തെങ്ങാണ്ട് ഫുള്ള് സെറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് സിറപ്പിൽ നിന്ന് ഇത് കോരി മാറ്റാം കേട്ടോ. നല്ലൊരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം. നമുക്ക് ഈസി ആയിട്ട് വീട്ടിൽ റെഡിയാക്കി എടുക്കാൻ പറ്റുമല്ലോ. ടേസ്റ്റിലൊന്നും ഒരു കോംപ്രമൈസും ഇല്ലാതെ നമ്മൾ കടകളിൽ നിന്നൊക്കെ ചായക്കടകളിൽ നിന്നൊക്കെ വാങ്ങാൻ കിട്ടുന്ന അതേ ടേസ്റ്റ് തന്നെ നമുക്കിത് റെഡിയാക്കിയെടുക്കാം. വളരെ ഈസി ആയിട്ട് നമുക്ക് സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാം. അതേപോലെ ടേസ്റ്റിലും ഒരു വ്യത്യാസമല്ല കേട്ടോ. കുട്ടികൾക്കൊക്കെ സേഫായിട്ട് നമുക്ക് എന്താ പറയുക ഉണ്ടാക്കി കൊടുക്കാം. സ്കൂൾ വിട്ട് വരുന്ന സമയത്തൊക്കെ അവർക്ക് ഉണ്ടാക്കി കൊടുത്താൽ ഒരുപാട് ഇഷ്ടപ്പെടും. നല്ല മധുരമുള്ള സ്വീറ്റ് ആയിട്ടുള്ള ഒരു പലഹാരമാണ്. എന്തായാലും വീട്ടിലൊരു പ്രാവശ്യം ഇതേപോലെ ട്രൈ ചെയ്ത് നോക്കാം. പെട്ടെന്ന് സിമ്പിളായിട്ട് റെഡിയാക്കി എടുക്കാൻ കഴിയും കേട്ടോ. അപ്പോൾ നമുക്ക് ചാനൽ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ചാനൽ എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യാതെ പോകാൻ മറക്കരുത്. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കുക. ഞാൻ ഇടുന്ന വീഡിയോസൊക്കെ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഉപകാരപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിലും എന്തായാലും വീഡിയോ ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റിലൂടെ അറിയിക്കാനും മറക്കരുത് കേട്ടോ. നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടെങ്കിൽ മാത്രമേ എനിക്ക് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ പുതിയൊരു റെസിപ്പി വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം കേട്ടോ.